വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ പാഠം കുഞ്ഞുങ്ങളെ പുതിയ ടെസ്റ്റായിരുന്നു. രണ്ടാമത്തെ പാഠമാണ് മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റീംസ് കേട്ടോ. കാന്തിക ലോകത്തെ അത്ഭുതമെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവരും കണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? അത് നമ്മൾ പാർട്ടായിട്ടാണ് ഓരോ അതായത് ടെസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ നോട്ട് തരും, പിന്നെയും ടെസ്റ്റ് വായിച്ചിട്ട് നോട്ട് തരും. അങ്ങനെ ആയിരുന്നു നമ്മൾ പാർട്ടായിട്ട് ഇട്ടത്. ലാസ്റ്റ് പാർട്ടിൽ ഫുൾ നോട്ടും കൂടിയാ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നോട്ടിൻ്റെ കാര്യം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പാർട്ടുണ്ടല്ലോ അതിനകത്തിൽ മൊത്തം നോട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒക്കെ വേണ്ടി ഞാനത് പോസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടായിരുന്നോ? എടുത്തായിരുന്നോ? നമുക്ക് മന്ത്ലി എക്സാം ആണ് ഇപ്പോൾ കേട്ടോ. അതുകൊണ്ട് അതാത് ചാപ്റ്റർ അന്നേരം അങ്ങ് പഠിച്ചു തീർക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒന്നാമത്തെ ചാപ്റ്റർ ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമത്തെ തുടങ്ങാം. എന്താ നമ്മൾ പഠിക്കുന്ന എന്തോത്തിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ? കാന്തിക ലോകത്തെ അത്ഭുതത്തെക്കുറിച്ചാണ് കേട്ടോ. മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റീംസ് കേട്ടോ. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇതാണ്. മാർവൽ ഇംഗ്ലീഷും മലയാളവും കണ്ടോ? മാർവൽ ഓഫ് ദി മാഗ്നറ്റിക് റീംസ്. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ. കാന്തിക ലോകത്തെ അത്ഭുതം. അപ്പോൾ എന്തോ കുഞ്ഞുങ്ങളെ കാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളിൽ മിക്കതിലുള്ള ഒരു സാധനമായി കാന്തം അല്ലേ? ഈ കാന്തം എന്ന പദം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വർഷം അതായത് നമ്മുടെ ടെസ്റ്റ് മാറിയല്ലോ. കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിനകത്തിലുണ്ടായിരുന്നു കേട്ടോ. മാഗ്നസ് കേട്ടോ കുഞ്ഞുങ്ങളെ. മാഗ്നസ് എന്ന് പറയുന്ന ഒരു പിന്നെ അതിനു മുമ്പേ 4000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മാഗ്നീഷ്യ കേട്ടോ. മാഗ്നീഷ്യ എന്ന് വേണമെങ്കിലും ഞാനതൊരു ചുരുക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് അങ്ങ് പറയാം. ഒരു ക്ലൂ ആയിട്ട് ഞാൻ അങ്ങ് എഴുതി വെച്ചതാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ, ഒന്ന് അറിയാൻ വേണ്ടി. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് മാഗ്നീഷ്യ, ഷിയാനോ വായിക്കാൻ കുഞ്ഞുങ്ങളെ. മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കേട്ടോ, ഇത് ഞാൻ ചുമ്മാ ഒന്ന് എഴുതി വെച്ചാൽ ഒന്ന് പറയാൻ വേണ്ടി. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് മാഗ്നസ് എന്ന് പറയുന്ന ഒരു ഷെപ്പേഡ് എന്ന് വെച്ചാൽ ആടുകളെ മേയ്ക്കുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ. 4000 വർഷങ്ങൾ എന്നാണ് അത് പറയുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഷിയ എന്ന് പറഞ്ഞാൽ സിയ എന്നാ കറക്റ്റ്, SIA ആയുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാഗ്നസ് എന്ന് പറയുന്ന ഒരു ഷെപ്പേഡ്, ഒരു ആടുകളെ മേയ്ക്കുന്ന ആളിനെ നമ്മൾ ഷെപ്പേഡ് എന്ന് പറയുന്നത് അല്ലേ, ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രായമായ ഒരു അപ്പൂപ്പനായിരുന്നു. ആ പടമൊക്കെ ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വടിയുടെ തുമ്പത്താണെങ്കിൽ ഒരു അയണിൻ്റെ അല്ലേ, ഒരു അയണിൻ്റെ ഇതുള്ള ഒരു തുമ്പത്ത്, നമ്മളെല്ലാ വടിയുടെ അവസാനം ഒരു ഇതുണ്ടല്ലോ, അതുപോലെ അയണിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ ഈ ചെറിയ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആട്ടിടയനാണ്, ആടിനെയൊക്കെ മേയിച്ച് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നേ. ആ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ കമ്പ് മാത്രമല്ല, അവരതിൽ പറയുന്ന അദ്ദേഹം ഇട്ടിരുന്ന ഷൂവിൻ്റെ അടിഭാഗത്തും ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. ഷൂവിൻ്റെ അദ്ദേഹം ഇട്ടിരുന്ന ഷൂ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അദ്ദേഹം ഇട്ടിരുന്ന ആ ചെരുപ്പിൻ്റെ അടിഭാഗം, ഷൂ എന്നല്ല ചെരുപ്പിൻ്റെ അടിഭാഗം, അത് പോട്ടെ ഈ വടിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം കമ്പ് കുത്തി പോയപ്പം ഈ കമ്പ് ഒരു കല്ലിൽ വന്നിട്ട് എന്താണെന്നറിയോ അങ്ങ് നിന്ന്. പിന്നെ ഈ കമ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ ഒരു ഇച്ചിരി പ്രയാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കമ്പിൻ്റെ അറ്റത്ത് എന്തോ ഉണ്ടായിരുന്നു, അയണിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് എന്താണ്, ഈ കല്ലേൽ വന്നങ്ങ് തട്ടിയിട്ട് ഈ കമ്പ് തിരിച്ച് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ കല്ലിനെ നമ്മൾ ലോഡ് സ്റ്റോൺ എന്നാണ് വിളിച്ചിരുന്നത്. ആ കല്ലിനെ എന്ത് പേരാണ് നിങ്ങളെ വിളിച്ചത്? ലോഡ് സ്റ്റോൺ എന്നാണ് വിളിച്ചത് അല്ലേ. അപ്പോൾ അവിടങ്ങളിലുള്ള എല്ലാവരും ഇത് അറിഞ്ഞു. ഇതുപോലൊരു കമ്പ് ഈ കല്ലേ തട്ടി ഇങ്ങനെയൊക്കെ ഒരാൾ അറിഞ്ഞു, രണ്ടുപേരറിഞ്ഞു ഇല്ലയോ? സ്വാഭാവികം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരാൾ രണ്ടുപേരോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ അതൊക്കത്തില്ല അല്ലേ. അങ്ങനെ കുറേ പേരൊക്കെ അറിഞ്ഞ് എന്ത് ചെയ്തു, ഇതിനെ മാഗ്നറ്റൈറ്റ് എന്ന് പേരിട്ടു. നിങ്ങളെ അങ്ങനെ ഇതിനെ മാഗ്നറ്റൈറ്റ് എന്ന് പേരിട്ടു കേട്ടോ. പിന്നീടാണ് ലോകം മൊത്തത്തിൽ എല്ലാവരും കൂടി എന്ത് ചെയ്തു, മാഗ്നൈറ്റ് അല്ലെങ്കിൽ കാന്തം എന്ന് പേരിട്ടത്. മനസ്സിലായോ? ആ കല്ലിനെ ലോഡ് സ്റ്റോൺ, പേരെന്നോർത്തോടെ ആ കല്ലിൻ്റെ. ലോഡ് സ്റ്റോൺ എന്ന കല്ലിലാണ് നമ്മുടെ ഇരുമ്പ് അയൺ വന്നിങ്ങനെ അല്ലേ പഠിച്ചപ്പോൾ ആ കമ്പ് എടുക്കാൻ പറ്റാതായപ്പം അവിടെ 1-2 പേരെല്ലാം കൂടി നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് ഇടപെട്ടു, 2 പേരില്ലേ 3 പേര് വന്ന്, പിന്നെ അത് 5 ആയി 10 ആയി അങ്ങനെ ആദ്യം. പിന്നെന്താ മാഗ്നറ്റൈറ്റ്
TIT ആട്ടോ, മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു. പിന്നീട് അത് കാലങ്ങൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ മാഗ്നറ്റ് എന്ന്. അപ്പം നമ്മൾ പഠിക്കുന്ന പാഠം കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാ ഈ മാഗ്നറ്റ് എന്ന പദം എങ്ങനെ ഉണ്ടായി എന്നൊന്ന് ചുരുക്കി പറഞ്ഞതാ കേട്ടോ നിങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനിത് എന്താണെന്നൊന്ന് പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? മാഗ്നറ്റ് എന്താണെന്ന് സംഭവം പിടിയിട്ട് ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മുടെ ടെസ്റ്റിനകത്ത് നോക്കൂ നിങ്ങളെ, ടെസ്റ്റിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്ന ഒന്നല്ല 3 പടം കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ? ഇപ്പം ഒരു ബോക്സാവും നമ്മുടെ എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പോലൊരു ബോക്സാണ്. അപ്പോൾ അതിനകത്തിൽ തന്നെ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിനകത്തിൽ തന്നെ ഒരു കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സ് അല്ലേ, പേഴ്സിൻ്റെ അകത്തിലെല്ലാം കണ്ടിട്ടുണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ നമ്മൾ അങ്ങോട്ട് അമക്കുമ്പോഴേ അല്ലേ ചിലത് നല്ല കിടക്കുന്നൊരു സൗണ്ട് കേൾക്കാം അല്ലേ, അങ്ങനെ വന്ന് അടയുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാത്തിൻ്റെയും കയ്യിൽ ഫോണിൻ്റെ കവറുണ്ട്. ഫോണിൻ്റെ കവറിലും എന്താണ് ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് അടയുന്നതാണ് അല്ലേ. ഇതിനകത്തിലെല്ലാം എന്തുണ്ടെന്നാണ് നിങ്ങളെ പറയുന്നത്, മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റ് ഒന്ന് നോക്കണേ. നമുക്ക് ടെസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയാം കേട്ടോ നിങ്ങളെ. ടെസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയാം. നോക്കിയേ, ഒബ്സർവ് ദ ഇമേജ്. Are not these objects familiar to you? റൈറ്റ് ഡൗൺ വാട്ട് ദേ ആർ. ചിത്രങ്ങൾ നമ്മൾ നോക്കിക്കേ, നിങ്ങൾക്ക് പരിചിതമായ ചില വസ്തുക്കളല്ലേ ഇവ. ഏതൊക്കെയാണ് ഇവ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇത് നമ്മൾ എന്ത് പറയും, ബോക്സ് ആയിട്ടല്ലേ നമ്മളെന്താ സാധനങ്ങളൊക്കെ നമ്മുടെ പേനയും പെൻസിലും ഒക്കെ വെക്കുന്നൊരു ബോക്സാണ്. പക്ഷേ അതിനകത്തിൽ എന്തുണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട് അല്ലേ. പിന്നോ ഇത് നമ്മുടെ പേഴ്സ് അല്ലേ, ഇത് നമ്മുടെ മൊബൈലിൻ്റെ കവർ അല്ലേ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതി ഇത് പറയാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞത് സാധാ രീതിയിൽ വെച്ചൊന്നും പറഞ്ഞതില്ല, ഇതൊന്നും ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല. ഇത് എന്താ നിങ്ങൾ ഇതിനകത്തിലെല്ലാം എന്തുണ്ടെന്നാണ് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന മാഗ്നറ്റിൻ്റെ ഇതുണ്ടെന്നാ കേട്ടോ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, when these things are closed, why do they stick together so easily? Have not you noticed this? What could be the reasons for this? What will happen if you bring a pin near the closing part of this object? Can you guess why they stick together so easily? ഡിസ്കസ് ചെയ്യാൻ എന്താ നിങ്ങളെ. ഇത്തരം സാധനങ്ങൾ നമ്മൾ അടയ്ക്കുമ്പോഴേ അവയുടെ അടപ്പ് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ചേരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇല്ലേ. ഇതിൻ്റെയൊക്കെ അടപ്പ് നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ ഇതൊന്നും അറിയത്തില്ലല്ലേ, ഇതറിയാം ഇല്ലയോ, സത്യമില്ലയോ. ഇപ്പം നിങ്ങൾ ചിരിക്കുമായിരിക്കും, കാരണം അമ്മയുടെയോ അച്ഛൻ്റെയോ ഇതൊന്ന് താത്ത് വെക്കാനിരിക്കുക നമ്മൾ ചെന്നൊന്ന് എടുക്കാൻ അല്ലേ. കൂടുതലും അമ്മമാരുടെ ആയിരിക്കും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറുള്ളത് എടുക്കും, കാരണം 24 മണിക്കൂർ അവർ ഓരോ മറ്റ് ജോലികളും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കവറാണ് ഉപയോഗിക്കുന്നത്, കാരണം താഴെ വീണാലും ഫോൺ സേഫ് ആവാൻ വേണ്ടി അല്ലേ. പക്ഷെ നമുക്ക് നമ്മൾ ഇവരിതൊന്ന് താത്ത് വെക്കാനിരിക്കുക, ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം അല്ലേ. കൂടുതലും ഗെയിം ആയിരിക്കും അല്ലേ. അതൊക്കെ അങ്ങ് നിർത്തിയേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. പിന്നെ പാമ്പിൻ്റെ കുറേ ബോളിൻ്റെ കുറേ പാമ്പ് പോകുന്ന ഏതാണ്ടൊക്കെ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. പഠിച്ചെങ്കിലേ ഇന്നത്തെ കാലത്ത് പ്രയോജനമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാമോ? എന്താവും നിങ്ങളെ, അവിടെ എന്താണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ. ഒരു മുട്ടുസൂചി ഇവയുടെ അടയ്ക്കുന്ന ഭാഗങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളിപ്പോൾ ഇതുവരെ എന്തായാലും എടുത്തല്ലോ, അപ്പോൾ ഒരു വട്ടവും കൂടെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ബട്ടൺ ഉണ്ട് ഇവിടെ. ഇതിന് ബട്ടൺസ് ഇല്ല കുഞ്ഞുങ്ങളെ, ഇതിന് രണ്ടിനും ഉണ്ടല്ലേ. അവിടെ ഇങ്ങോട്ടൊരു മുട്ടുസൂചിയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കുക. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഇവ പെട്ടെന്ന് ഒട്ടി പിടിക്കുന്നതെന്ന് നമുക്ക് ഊഹിച്ച് പറയാനാ കേട്ടോ, ഡിസ്കസ് ചെയ്തിട്ട് പറയാനാ. എന്തുണ്ടാവും നിങ്ങളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതിനകത്തിലൊരു കൊച്ചു എന്തോ പറയുന്നുണ്ട് നോക്കിക്കേ. There may be a magnet in your house too. Do you have a magnet in your science kit? Where did you collect them from? എന്താ നിങ്ങളെ ചോദ്യം, നിങ്ങളുടെ വീട്ടിലും കാന്തം ഉണ്ടാകുമല്ലോ, ഉണ്ടോ കുഞ്ഞുങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തിലെല്ലാം എന്തോ ഉണ്ടോ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. ഡു യു ഹാവ് എ മാഗ്നറ്റ് ഇൻ യുവർ സയൻസ് കിറ്റ്? നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ശാസ്ത്ര കിറ്റിൽ ഈ കാന്തങ്ങൾ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ സയൻസിൻ്റെ ഒരു കിറ്റ് ഉണ്ടല്ലോ, അതിനകത്തിൽ ഇത് വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? അവ എവിടെ നിന്നെല്ലാമാണ് ശേഖരിക്കുന്നത്, ഇനി ഇത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. ഒരു കൊച്ച് അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ഐ കളക്റ്റഡ് ദ മാഗ്നറ്റ് ഫ്രം ഡാമേജ്ഡ് ലൗഡ് സ്പീക്കർ. ഞങ്ങളുടെ വീട്ടിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ലൗഡ് സ്പീക്കർ ഉണ്ടായിരുന്നല്ലേ, ആ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്
കേട്ടോ. കേടായ ലൗഡ് സ്പീക്കറിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം, മാഗ്നറ്റിൻ്റെ മലയാളമാണ് കുഞ്ഞുങ്ങളെ കാന്തം കേട്ടോ, കാന്തം എടുത്ത് വെച്ചത്. നോക്കിക്കേ, ടേക്ക് എ മാഗ്നറ്റ് ഫ്രം ദ സയൻസ് കിറ്റ്, അറ്റാച്ച് എ സ്റ്റീൽ ജം ക്ലിപ്പ് ടു it. Does the clip fall if you release your hand? Add another clip to it. Let's see how many clips can be hung up like this. കേട്ടോ, വായിക്കാൻ വേണ്ടി അത് ഇങ്ങനെ നിരങ്ങുന്നത്. ഷാൾ വി ഹാവ് എ കോമ്പറ്റീഷൻ, ടേക്ക് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഫ്രം യുവർ സയൻസ് കിറ്റ്. ഇവിടെ നമുക്ക് പറഞ്ഞ ഒരു നമുക്കൊരു ശാസ്ത്ര കിറ്റുണ്ട് അല്ലേ, അതിലൊരു കാന്തം എടുക്കൂ, ഒരു സ്റ്റീൽ ജം ക്ലിപ്പ് അതിനോട് ചേർത്ത് വയ്ക്കൂ, കൈവിട്ടാൽ ക്ലിപ്പ് വീഴുന്നുണ്ടോ, ആ ക്ലിപ്പിൽ മറ്റൊരു ക്ലിപ്പ് ചേർത്ത് വയ്ക്കൂ, ഇങ്ങനെ എത്ര ക്ലിപ്പുകൾ നിങ്ങൾക്ക് തൂക്കി നിർത്താൻ കഴിയും എന്ന് ഓരോരുത്തർ നോക്കാൻ. എന്താവും നിങ്ങൾ ഈ ജം ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട് ഇതിനെയാണ് ജം ക്ലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പേപ്പറിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴൊക്കെ ക്ലിപ്പ് ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അറിയത്തില്ല എന്ന് ഇനിയും പറയല്ലേ കുഞ്ഞുങ്ങളെ, ഇതാണ് നമ്മൾ ഈ ജം ക്ലിപ്പ് എന്ന് പറയുന്നത്. ഈ ക്ലിപ്പ് എടുത്ത് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, ഇതാണ്ട് ഇതിനകത്തുള്ളൊരു പടം കൊടുത്തിട്ടുണ്ട്, അതാണ്ടോ ഈ കാന്തം എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് തൂക്കിയിടുക. അതൊരു പിള്ളേരെല്ലാം കൂടി നല്ല രസമായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ ആരാണെന്ന് അല്ലേ, ഏറ്റവും കൂടുതൽ ജം ക്ലിപ്സ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലിപ്സ് എത്ര എണ്ണം എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മത്സരം കേട്ടോ. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നിങ്ങളെ, നല്ലതല്ലേ അത് കേട്ടോ, അതൊന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ നോക്കുക, നമുക്കൊരു മത്സരമായാലോ, അതിനായി ശാസ്ത്ര കിറ്റിൽ താഴെ പറയുന്ന സാമഗ്രികൾ എടുത്തു വെക്കുക. നോക്കൂ നിങ്ങൾ, ഇവിടെ മാഗ്നറ്റ്, ജം ക്ലിപ്സ് ഇപ്പം കാണിച്ചല്ലോ എന്തുവാണെന്ന് അല്ലേ. പിന്നെന്താ, പിന്നെന്ന് വെച്ചാൽ മുട്ടസൂചി, നെയിലെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ നമ്മുടെ ആണി കേട്ടോ, ഇതെല്ലാം കൊണ്ട് എടുക്കുക. ഫസ്റ്റ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ടേക്ക് ദ ജം ക്ലിപ്സ് ആൻഡ് ദ മാഗ്നറ്റ്, ദെൻ അറേഞ്ച് ദം വൺ ബിലോ ദ അതർ as show the figure above. നോക്കി, ഫിഗർ above. Try to bake a chain. Who made the longest chain? How many jam clips are there in the chain? നോക്കൂ നിങ്ങൾ, ഇവിടെ ആദ്യം നമ്മൾ ജം ക്ലിപ്പുകളും കാന്തവും എടുക്കണം. ഞാനിപ്പോൾ കാണിച്ചല്ലോ, ആ ജം ക്ലിപ്പും ഒരു കാന്തം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം കേട്ടോ, കാന്തം. ഇതിൻ്റെ പല ഷേപ്പിലും പല രൂപത്തിലും ഉള്ള പല ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മാഗ്നറ്റും എടുക്കുക. ദെൻ അറേഞ്ച്, നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിനു താഴെ, എന്നിട്ട് ഇത് കാണുന്നുണ്ടോ നിങ്ങളെ, ഒന്നിന് താഴെ മറ്റൊന്നായിട്ട് എന്ത് ചെയ്യുക, മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. കാന്തത്തിനോട് ചേർത്ത് ഒരെണ്ണം വെക്കുക, എന്നിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് തന്നെ അടുത്തത് വെക്കുക, അങ്ങനെ വെക്കുകയെന്ന്. അങ്ങനെ ക്രമീകരിക്കൂ, അങ്ങനെ മാല പോലെ ആക്കുമെന്ന്. ഇനി ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതാണ്? ഈ മാലയിൽ എത്ര ജം ക്ലിപ്പുകൾ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇതിന് വല്ല തുച്ഛമായ 5 രൂപ എങ്ങാണ്ട് തോന്നുന്നു ഒരു പാക്കറ്റ്, അല്ലേ പോട്ടെ 10 രൂപ ആയിക്കോട്ടെ. ആരെങ്കിലും എല്ലാവരും കൂടെ കൂടി നിങ്ങൾ ഓരോ രൂപ വെച്ച് എല്ലാവരും കൂടെ കൂടി കളക്ട് ചെയ്താലും നിങ്ങളുടെ ക്ലാസ്സിൽ എന്തായാലും 10-20 പേര് കാണത്തില്ലേ മിനിമം അല്ലേ. ഞാനങ്ങ് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഓരോ ഗ്യാങ് ആണല്ലോ. അപ്പോൾ അവരെല്ലാം കൂടെ കൂടി എടുത്തിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് ഇതൊരു ഗെയിമായിട്ടൊന്ന് നോക്കണേ കേട്ടോ നിങ്ങളെ. ഓക്കെ, എന്നിട്ട് എന്തുവാ, ഒരു മാലയിൽ നോക്കൂ നിങ്ങൾ, ഡോണ്ട് വി യൂഷ്വലി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീഡ്സ് ഇൻ എ ചെയിൻ. സിമിലർലി ഹിയർ വാട്ട് ഇഫ് വി യൂസ് ദം ക്ലിപ്പ് ഓഫ് ഡിഫറെൻറ്റ് കളർ, പിൻ, നെയിൽസ് എക്സെട്ര. ചെക്ക് ഹു ഹാസ് മെയ്ഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചെയിൻ. ഇവിടെ 2 പേരും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു മാലയിൽ പലതരത്തിലുള്ള മുത്തുകൾ ഉണ്ടാവില്ലേ ഇല്ലേ, മാലയുടെ കാര്യമാണ് മാല അല്ലേ. ഒരു മാലയിൽ ഇവിടെ എന്താ, ബീഡ്സ് മീൻസ് മുത്തുകളാട്ടോ, ചെയിൻ എന്ന് വെച്ചാൽ മാല എന്നാട്ടോ നിങ്ങളെ. ഒരു മാലയ്ക്കകത്തിൽ പലതരത്തിലുള്ള ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകളുണ്ട് അല്ലേ, പലതരത്തിലുള്ള മുത്തുകളുണ്ട്. ഇവിടെയും അതുപോലെ പല നിറത്തിലുള്ള ജം ക്ലിപ്സും പിന്നെ ആണിയും ഒക്കെ ഉപയോഗിച്ചാലോ ആരാണ് ഏറ്റവും ഭംഗിയുള്ള മാല ഉണ്ടാക്കിയതെന്നും പരിശോധിക്കുക. അല്ലോ, മനസ്സിലായോ നിങ്ങളെ? നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് അതിലൊരു ആണി തൂക്കുക, എന്നിട്ട് 2 നമ്മുടെ ജം ക്ലിപ്സ് ഇടുക, പിന്നെ ഒരു ആണി കൊടുക്കുക. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ആ ആണിക്ക് നല്ല മാഗ്നറ്റിന് അല്ലെ കാന്തത്തിന് നല്ല പവറാവും നിങ്ങൾ കേട്ടോ. അപ്പോൾ അതെന്താ, ഈ ഓരോന്ന് അതിൻ്റെ താഴോട്ട് എത്രണ്ണം ഉണ്ടോ അത്രയും എണ്ണത്തിനെയും അതിങ്ങനെ പിടിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്നതിനേക്കാട്ടി നല്ലത് അത് ചെയ്ത് നോക്കുന്നതാണ്. നോക്കിയിട്ട് എന്നോടൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ.
അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. മാലയിൽ കണ്ടോ, മാല ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? നമ്മൾ മാഗ്നറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് പേജിനകത്തിൽ തന്നെ നമ്മളെന്താ, ഈ മാഗ്നറ്റിനകത്തിൽ നമ്മൾ ഈ ജെം ക്ലിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഞാൻ കാണിച്ചില്ല ആ പടം. ആ ക്ലിപ്പ് എടുത്തിട്ട് മാഗ്നറ്റുമായിട്ട് കൊളുത്തി ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ഈ ക്ലിപ്പ് വരുന്നത് ആരുടെയാണെന്ന് എഴുതാനാണ് കേട്ടോ. അതൊക്കെ നല്ല രസമല്ലേ? ഇതൊക്കെ എന്തോ അല്ലേ, ഇതിനകത്തിൽ പഠിക്കാനൊന്നുമില്ല, എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അടുത്ത് നോക്കുമല്ലേ, മാജിക്ക് ഭിത്തിയെ മാഗ്നറ്റ്, കാന്തം കൊണ്ടൊരു മാജിക്ക് നേടാം. കാന്തം കൊണ്ട് മാജിക്ക് ഭിത്തിയെ മാഗ്നറ്റ് എന്ന് വെച്ചാൽ കാന്തം കൊണ്ടൊരു മാജിക് അല്ലേ. നോക്കിക്കേ, ഷാൾ വി പെർഫോം എ മാജിക് ഇൻ ക്ലാസ്. നോക്കൂ നിങ്ങളിവിടെ ക്ലാസ്സിൽ നമുക്കൊരു മാജിക് അവതരിപ്പിച്ചാലോ? അതിന് മെറ്റീരിയൽസ് റിക്വയർഡ്. മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്താ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ അല്ലേ, എന്തൊക്കെ ആവശ്യമുള്ള സാമഗ്രികൾ നോക്കിക്കേ. എ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ, പൂമ്പാറ്റയുടെ ഒരു ചിത്രം വേണം. എ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ, കാണാൻ പറ്റുന്നുണ്ടോ? എ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ, നമുക്ക് ആദ്യം ഒരു പൂമ്പാറ്റയുടെ ചിത്രം വേണം. പിന്നെ സേഫ്റ്റി പിന്ന് വേണം കേട്ടോ, പിന്നെ അറിയാലോ സേഫ്റ്റി പിൻ, പിന്നെ ഒരു കാന്തം വേണം, പിന്നെ ചാർട്ട് പേപ്പർ വേണം. എന്നാണ്ട് അവിടെ സൈഡിൽ കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാ ചാർട്ട് പേപ്പർ വേണം, സേഫ്റ്റി പിന്ന് വേണം, മാഗ്നറ്റ് വേണം, പിന്നെന്താ കുഞ്ഞുങ്ങളെ, ഒരു ബട്ടർഫ്ലൈയുടെ പടവും വേണം. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ അടുത്ത എന്താ പറയുന്നതെന്ന്. കട്ട് ഔട്ട് ദ പിക്ചർ ഓഫ് എ ബട്ടർഫ്ലൈ. നമ്മൾ എന്ത് ചെയ്യണം? പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം ഒരു പൂമ്പാറ്റയുടെ ചിത്രം എടുത്ത് വെട്ടിയെടുക്കണം. എന്നിട്ട് അറ്റാച്ച് എ സേഫ്റ്റി പിൻ ടു ദ ബാക്ക് ഓഫ് ദ പിക്ചർ സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഹൈഡൻ. Place it on a chart paper. Try moving a magnet below the chart paper. Does not the butterfly move as you move the magnet? What happened when you take away the magnet? Try this with the other picture. ഇവിടെ നോക്കൂ നിങ്ങളെ, ഒരു പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിൻ്റെ അടിവശത്തായിട്ട് ഒരു സേഫ്റ്റി പിന്നും പുറമേ കാണാത്ത വിധം കുത്തിവെക്കുക. പുറത്ത് കാണരുത് കേട്ടോ, പുറത്തോട്ട് കാണാതെ എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ പടം ഉള്ളതുകൊണ്ട് കാണരുത്. അതൊരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്തായിട്ട് വെക്കുക. ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ കാന്തം വെച്ച് ഇങ്ങനെ ചലിപ്പിച്ച് നോക്കൂ. കാന്തം ചലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പൂമ്പാറ്റയും ആ എന്തോ പേപ്പറാവും നിങ്ങളെ അവിടെ പറഞ്ഞായിരുന്നല്ലോ, ആ ചാർട്ട് പേപ്പറിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ആ പൂമ്പാറ്റ അനങ്ങുന്നതായിട്ട് കാണാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പൂമ്പാറ്റയുടെ ഒരു ചിത്രം വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്തായിട്ട് ആ പൂമ്പാറ്റയുടെ അടിവശത്ത് ഒരു നമ്മുടെ സേഫ്റ്റി പിൻ പുറമേ കാണാത്ത വിധം വേണം കുത്തിവെക്കാൻ. എന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് ഇളകി വീടായിരിക്കാം അല്ലേ. എന്നിട്ട് അതൊരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വേണം വെക്കാൻ. ബട്ടർഫ്ലൈയുടെ അടിയിൽ ഒരു മുട്ടുസൂചി കുത്തുക. കുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ചാർട്ട് പേപ്പറിലോട്ട് ഇതിങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം അടിഭാഗത്ത് എന്ത് കൊടുക്കണം നിങ്ങളെ? എന്തോ കൊടുക്കണം? അടിവശത്ത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വെക്കുക. എന്താ, പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിനടിവശത്തായിട്ട് ഒരു സേഫ്റ്റി പിന്ന് പുറമേ കാണാത്ത വിധം കുത്തിവെക്കുക. അത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വെക്കുക. ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? കാന്തം വെച്ച് ഇങ്ങനെ ചലിപ്പിക്കുക. കാന്തം ചലിപ്പിക്കുന്നതനുസരിച്ച് പൂമ്പാറ്റ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ചെയ്ത് തന്നെ നോക്കണ്ട. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതിനൊന്നും വലിയ കാശ് ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലേ, നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. അപ്പം എന്നിട്ട് എന്താ, കാന്തം ചലിപ്പിക്കുന്നതിനനുസരിച്ച് പൂമ്പാറ്റ ചലിക്കും അല്ലേ. കാന്തം മാറ്റുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? പൂമ്പാറ്റയുടെ ചിത്രത്തിന് പകരം മറ്റെന്തൊക്കെ ചിത്രങ്ങളാക്കാം നമുക്ക്? ഇനി പൂമ്പാറ്റയെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ചിത്രം അവിടെ ചെയ്യാം എന്നാണ് പറയുന്നത്. ട്രൈ ചെയ്യാൻ. ഓക്കെ, ഹോൾഡ് ദ ചാർട്ട് പേപ്പർ വെർട്ടിക്കലി ആൻഡ് പെർഫോം ദിസ് മാജിക് ബിഫോർ യുവർ പേരൻസ്. ദസ് യു ടു ക്യാൻ ബിക്കം എ മജീഷ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ട് പേപ്പർ കുത്തനെ പിടിച്ചിട്ട് ഈ മാജിക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ ഒരു മജീഷ്യനാവാം കേട്ടോ. ഇതിനകത്തിൽ എത്ര മജീഷ്യന്മാരുണ്ട് കേട്ടോ, ഒന്ന് പറയണ്ടേ കുഞ്ഞുങ്ങളെ. എന്തെങ്കിലുമൊക്കെ മാജിക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് പറയണേ. എന്തായാലും നമ്മൾ മാഗ്നറ്റ് പഠിക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാജിക്ക് അറിയാവോ? പണ്ടൊക്കെ ഈ ടി വിയിലൊക്കെ, ഇപ്പം ആർക്കും സമയമില്ല, ഇപ്പം ആരും അതൊട്ട് കാണുന്നുമില്ല അല്ലേ. മാജിക്കൊക്കെ അറിയാവോ? തൂവാല വെച്ചും പ്രാവിനെ പറത്തുന്നതും ഒക്കെ അറിയാവോ കുഞ്ഞുങ്ങൾ? എന്തെങ്കിലും അറിയാവോ? അപ്പോൾ നോക്കിക്കേ, പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ്. നോക്കൂ നിങ്ങളെ അടുത്ത്, പെയിൻറ്റിങ് എ യൂസിങ് എ മാഗ്നറ്റ് എന്ന് വെച്ചാൽ കാന്തം കൊണ്ടൊരു ചിത്രം. ഓരോന്നും നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്നതിലൊക്കെ റഫായിട്ട് അറിഞ്ഞിരിക്കാനേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസറായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്
ഇനി നമ്മൾ അടുത്ത പാർട്ടിനകത്ത് ഇതിനകത്തിൽ ഈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതിൻ്റെയൊക്കെ ആൻസർ വരുന്നുണ്ട് കേട്ടോ. ഇത് പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇടുന്നത് കേട്ടോ. ലെറ്റ്സ് ഡ്രോ എ പിക്ചർ യൂസിങ് എ മാഗ്നറ്റ്. വാട്ട് മെറ്റീരിയൽസ് ഡു വി നീഡ് ടു ഡ്രോ ദിസ് പിക്ചർ? നോക്കൂ കുഞ്ഞുങ്ങളെ, കാന്തം ഉപയോഗിച്ച് ചിത്രം വരച്ചാലോ? കാന്തം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ചിത്രം വരയ്ക്കുന്നത്? എന്തെല്ലാം വേണമെന്നാണ് ഇവിടെ പറയുന്നത്? കാന്തം ഉപയോഗിച്ചിട്ടും ചിത്രം വരയ്ക്കാമെന്നോ? നോക്കിയേ, എ പേപ്പർ പ്ലേറ്റ് വേണം. ഒരു പേപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പേപ്പർ പ്ലേറ്റ്. പിന്നെ നോക്കിക്കേ, ആക്രിലിക് പെയിൻറ്റ് വേണം കേട്ടോ. ആക്രിലിക് പെയിൻറ്റ് വേണം. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് വേണം. പിന്നെ പോസ്റ്റർ കളർ 2 or 3 ഏതൊക്കെ കളർ, 2 or 3 കളർ വേണം. സ്മാൾ മെറ്റൽ ബാൾസ് വേണം. ചെറിയ ലോഹത്തിൻ്റെ ബോളുണ്ടല്ലോ, യൂസിങ് ഇൻ ബൈസൈക്കിള്, സൈക്കിളിൽ ഉപയോഗിക്കുന്നതായിരിക്കണമെന്ന് കേട്ടോ. ചെറിയ ലോഹ ബോളുകൾ അല്ലെങ്കിൽ ജെം ക്ലിപ്സുകൾ എടുക്കാൻ, നമ്മൾ മുമ്പ് കാണിച്ച ജെം ക്ലിപ്സുകൾ അല്ലെങ്കിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാഗ്നറ്റും വേണം. ഇനി നോക്കിക്കേ, ലെറ്റ് സ്റ്റാർട്ട് പെയിൻറ്റ് വരയ്ക്കാൻ. അന്ന് അങ്ങനെയാണ് നോക്കുക കുഞ്ഞുങ്ങളെ. പുട്ട് സം ഡ്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ പെയിൻറ്റ് അറ്റ് വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലേറ്റ്. എന്നിട്ടോ പ്ലേസ് 4 or 5 സ്മാൾ മെറ്റൽസ് ബാൾസ് ഓൺ ദ പ്ലേറ്റ്. മൂവ് ദ മാഗ്നറ്റ് അണ്ടർനീത്ത് ദ പ്ലേറ്റ്. What do you observe? Don't the balls moving over the paint create some patterns? Give borders to this picture and make it beautiful. Exchange these among the friends and assess them. നോക്കൂ നിങ്ങളെ, ഇവിടെ നിന്ന് എങ്ങനെയാണെന്നറിയോ, ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ പേപ്പർ പ്ലേറ്റ് എടുത്തില്ലേ, ആ പേപ്പർ പ്ലേറ്റിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വിവിധ നിറത്തിലുള്ള പെയിൻറ്റിങ് തുള്ളികൾ ഒഴിക്കുക. അതാണ്ട് ഇവിടെ ഒരു പേപ്പർ പ്ലേറ്റാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ അങ്ങും ഇങ്ങും ആയിട്ട് നമ്മൾ പല കളറിലെ പെയിൻറ്റിൻ്റെ തുള്ളികളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇതിപ്പോൾ കലങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു പേപ്പർ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3-4 കളറിലെ പെയിൻറ്റിൻ്റെ തുള്ളികൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടോ അതിൽ 4-5 ചെറിയ ലോഹ ബോളുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം, ചെറിയ ലോഹ ബോൾ എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു പീസായിട്ടുള്ള ലോഹ കഷ്ണങ്ങളാവും നിങ്ങളെ, അത് പ്ലേറ്റിൽ വെച്ച ശേഷം പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ച കാന്തം ഇങ്ങനെ ചലിപ്പിക്കാൻ. ഈ കുഞ്ഞു പീസ് ഇതിനകത്തിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ അടിക്ക് എന്ത് ചെയ്തെടുക്കണം, കാന്തം വെക്കണം. മനസ്സിലായോ? എന്നിട്ട് ഈ കാന്തം ഇങ്ങനെ അടിഭാഗത്ത് ചലിക്കുമ്പം എന്ത് ചെയ്യുക, നിങ്ങളെ പെയിൻറ്റിനകത്ത് കിടന്ന് ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന കാണാം. മനസ്സിലായോ? അതാ സംഭവം. ഈ പെയിൻറ്റിനകത്ത് നമ്മൾ ഒരു 5-6 തുള്ളി ഒഴിച്ചില്ലേ, നമ്മൾ ഈ അടിഭാഗത്ത് ഈ കാന്തം ഇങ്ങനെ അനങ്ങുമ്പോൾ ഇതിനകത്ത് കിടന്ന മെറ്റൽ ഇതിനകത്ത് കിടക്കുന്ന ലോഹങ്ങൾ അല്ലേ, ലോഹം എന്ന് വെച്ചാൽ മെറ്റൽ അല്ലേ, അത് അതിനകത്ത് കിടന്ന് ഇങ്ങനെ നമ്മൾ എങ്ങോട്ടാണോ ആ കാന്തം അടിഭാഗം ഇട്ട് അനക്കുന്നത് അങ്ങോട്ട് ഇത് കിടന്നും കറങ്ങുന്ന കാണാവുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ അതായത് ഇത് മൊത്തം കൂടി ഇവിടെ കിടന്ന് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പം ഇവിടെ ഒരു പെയിൻ്റ് ആവുന്നു. അതിനെ നമ്മൾ പെയിൻറ്റിങ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇല്ലയോ? ഇപ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? പല പാറ്റേണുകൾ പെയിൻറ്റിലൂടെ നീങ്ങുന്ന ബോളുകൾ നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് ഈ പടം കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്തത് എക്സ്ചേഞ്ച് ദീസ്, അതായത് ഗിവ് ബോർഡർ ടു ദീസ് പിക്ചർ ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. എക്സ്ചേഞ്ച് ദീസ് എമംഗ് ഫ്രണ്ട്സ് ആൻഡ് അസസ് ദം. വിൽ എ മാഗ്നറ്റ് അട്രാക്ട് ഓൾ ഒബ്ജക്റ്റ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ചിത്രത്തിന് ബോർഡറുകൾ വരച്ച് ഭംഗി കൊടുക്കുക. നമ്മൾ ഇവിടെ ഇത്രയും എടുത്തില്ലേ, എന്നിട്ട് അതിനൊരു ബോർഡറൊക്കെ കൊടുത്തിട്ട് അങ്ങ് ഭംഗിയാക്കൂ. ചിത്രങ്ങൾ കൈമാറി പരസ്പരം എന്നിട്ട് വിലയിരുത്തുക. എല്ലാവരും ഇത് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും കൊടുത്തിട്ട് ആരുടെ ഏറ്റവും നല്ലത് അല്ലേ എന്നൊക്കെ നോക്കി പറയാം. എല്ലാ വസ്തുക്കളെയും കാന്തം ആകർഷിക്കുമോ എന്നും കൂടി പരീക്ഷിച്ച് നോക്കണം. ഈ കാന്തം എന്ന് പറയുന്ന സാധനം എല്ലാ വസ്തുക്കളിലും ആകർഷിക്കുമോ നിങ്ങളെ? കാന്തം ആകർഷിക്കാത്തതുമുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, അടുത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒബ്ജക്റ്റ് അട്രാക്റ്റഡ് ആൻഡ് നോൺ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും കയറി അട്രാക്റ്റ് ചെയ്യത്തില്ല കേട്ടോ, റിപ്പൽഷനും ഉണ്ട്. ഏതെല്ലാം വസ്തുക്കളെയാണ്? വിച്ച് ആർ ദ ഒബ്ജക്റ്റ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്? ടേക്ക് ദ അവൈലബിൾ ഐറ്റംസ് ഫ്രം ദ സയൻസ് കിറ്റ് ആൻഡ് ഡു ദ ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒന്ന് ടാബ്ലറ്റ് യുവർ ഫൈൻഡിങ്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമുക്ക് നോട്ടിനകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ നോട്ടിലേ പഠിക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതും കൂടെ പറയാം. പറഞ്ഞിട്ട് നോട്ട് പറയാം. മീൻസ് ഇവിടെ വരെ പുതിയ പേനയായതുകൊണ്ട് വിച്ച് ഒബ്ജക്റ്റ് വെയർ അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ് ആൻഡ് വിച്ച് വെയർ നോട്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്.
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അയൺ, നിക്കൽ, കൊബാൾട്ട് എക്സെട്ര ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് എക്സെട്ര ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നമുക്കത് ക്വസ്റ്റ്യൻ ആൻസർ നല്ലപോലെ പറയാം. അടുത്തത് എക്സാമ്പിൾ ഓക്കെ, മാഗ്നറ്റിക് നോൺ മാഗ്നറ്റിക് ഏതാണെന്ന് എക്സാമ്പിൾ എഴുതാനുവാ. അത്രയും ഓക്കെയാണോ? നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ടെസ്റ്റ് ഒന്നുകൂടെ വായിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമ്മൾ എഴുതുമ്പോഴേ ചാപ്റ്ററിൻ്റെ പേരൊക്കെ കണ്ടോ? നമ്മുടെ ബുക്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചാപ്റ്റർ 1 എഴുതിയായിരുന്നല്ലോ. ഓക്കെ ആണോ? 1 ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നോട്ട് എഴുതിയെടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര പേര് കാണുന്നതെന്നൊക്കെ നമുക്കറിയാം കുഞ്ഞുങ്ങളെ കേട്ടോ. എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അല്ലാതെ ഒരുപാട് കേട്ടോ, എൻ്റെ കൂടുതലും ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ നോട്ട് എഴുതിയെടുക്കുന്നതാണ് കേട്ടോ. അതിലൊന്നും ഞെക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരു സഹായം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും കൂടി വേണ്ടേ? അപ്പോൾ നോക്കിക്കേ, ബേസിക് സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് മാർവൽ ഓഫ് ദ മാഗ്നീഷ്യൻ റീൽസ്, കാന്തിക ലോകത്തെ അത്ഭുതമെന്നാണ്. 1ാമത്തെ എന്താണ് കുഞ്ഞുങ്ങളെ ഈ മാഗ്നറ്റ് എന്ന ഒരു മാർഗം ചോദിച്ചാൽ, മാഗ്നറ്റ് അട്രാക്ട് സേർട്ടൺ ഒബ്ജക്റ്റ് അല്ലേ. ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നുണ്ട്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാൽ എന്താണ്? കാന്തിക വസ്തുക്കൾ എന്നാൽ എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. എന്താ നിങ്ങളെ, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. കാന്തം എന്തോത്തിനെയാണോ ആകർഷിക്കുന്നത് അതിനെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഇരുമ്പ്, നിക്കല്, കൊബാൾട്ട്, ഉരുക്കുണ്ട് കുഞ്ഞുങ്ങളെ, ഉരുക്ക് കേട്ടോ. ഇതെല്ലാം എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കളാണ്. മലയാളവും ഇംഗ്ലീഷും ഓക്കെയാണോ? കാന്തം ആകർഷിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? കാന്തിക വസ്തുക്കൾ കേട്ടോ. എന്തൊക്കെയാണ് ഈ കാന്തം ആകർഷിക്കുന്നത്? ഇരുമ്പിനെ, നിക്കലിനെ, കൊബാൾട്ട്. ഈ പേരൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മൾ 5 വരെ പഠിച്ച കാര്യങ്ങളല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം. അതുകൊണ്ട് ഇത് നല്ലതുപോലെ എഴുതി പഠിക്കണം. നിക്കൽ എന്ന് തന്നെയൊക്കെ എഴുതണേ. നിക്കൽ, ഇരുമ്പ്, കൊബാൾട്ട്, ഉരുക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് എൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. കൊബാൾട്ട് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം ഈ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളാണെങ്കിൽ, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? അകാന്തിക വസ്തുക്കൾ. എന്താ കുഞ്ഞുങ്ങളെ? അകാന്തിക വസ്തുക്കൾ. നോക്കണേ, നിങ്ങൾക്ക് അഥവാ ഫോട്ടോ എടുത്ത് എഴുതണമെങ്കിൽ എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? മലയാളം ഇംഗ്ലീഷ് എഴുതാമല്ലോ. 2 എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നോക്കൂ കുഞ്ഞുങ്ങളെ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് എക്സെട്ര ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. ഏതൊക്കെയാണ് നിങ്ങളെ? പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, നമ്മുടെ വുഡ്, തടിയില്ലേ അതെല്ലാം പിടിക്കില്ല കേട്ടോ, മരം തുടങ്ങിയവയെല്ലാം എന്താ? അകാന്തിക വസ്തുക്കളാണ്. നമ്മൾ ടെസ്റ്റ് വായിച്ചതായിരുന്നു മുമ്പ്. ആ ടെസ്റ്റിൽ എന്തൊക്കെ പറഞ്ഞു ഇല്ലേ? നമ്മൾ ജം ക്ലിപ്പിനെ കുറിച്ചും അതെങ്ങനെ ഇതിങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചത്. ഓക്കെ ആണോ നിങ്ങളെ? അതിനകത്തിൽ അത്രയേ ഉള്ളൂ അല്ലേ? അല്ലാതെ വലുതായിട്ട് പിന്നെ നമ്മൾ ഒരു പേപ്പർ നമ്മൾ കഴിക്കുന്ന എന്താ പേപ്പറില്ലേ, അതിൻ്റെ മണ്ടയ്ക്ക് എന്താ കുഞ്ഞുങ്ങളെ കളർ പെയിൻ്റ് അടിച്ചിട്ട് പെയിൻറ്റ് 5-6 തുള്ളി ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്താ മാഗ്നറ്റ് ഒഴിച്ചിട്ട് ഈ പെയിൻറ്റിനകത്തിൽ 5-6 എന്തെങ്കിലും ഒരു ലോഹത്തിൻ്റെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ പീസോ കേട്ടോ, അതൊക്കെ ഇട്ടാൽ മതി കുഞ്ഞുങ്ങളെ. ചെറിയ ലോഹ കഷ്ണങ്ങളുണ്ടല്ലോ, അത് 2-3 എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് താഴെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് ഈ പെയിൻറ്റിനകത്ത് കിടന്ന് ഈ മാഗ്നറ്റും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നീങ്ങുന്നുണ്ട്. അതാ കുഞ്ഞേ സംഭവം കേട്ടോ. അത്രയാണ് ഞാൻ ഇത്രയും നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ വായിച്ചു തന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളൊന്നും കാന്തം ആകർഷിക്കാത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഇത്രയും സമയം എടുത്ത് പറയുന്നത്. പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ് ഇതൊന്നും എന്താ കാന്തത്തെ പിടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിന് കുറേ എക്സാമ്പിൾ നമുക്ക് എഴുതാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് കേട്ടോ. ഈ അയണ്, നിക്കൽ, കൊബാൾട്ട്, പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് കണ്ടോ, കാന്തികവും അകാന്തികവും. ഇത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നിങ്ങൾ നോക്കി എഴുതാൻ പറയും കേട്ടോ കുഞ്ഞുങ്ങളെ. ഇതുപോലെ കുറേ സാധനത്തിൻ്റെ അല്ലെങ്കിൽ പടം തരും.
കുറേ സാധനത്തിൻ്റെ പേര് തന്നിട്ട് നിങ്ങളത് എഴുതണം. മാഗ്നറ്റിക് ഏതാ, നോൺ മാഗ്നറ്റിക് ഏതാ, അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ ഏതാണ്, അകാന്തിക വസ്തുക്കൾ ഏതാണെന്ന് എന്തെഴുതണം, നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം കേട്ടോ. അടുത്തത് അതുപോലെ തന്നെ നെയില്, കോയിന്, കോമ്പസ് ഉണ്ടല്ലോ, കോമ്പസ്, ജം ക്ലിപ്പ്, അപ്പം നമ്മൾ കാണിച്ചില്ലേ, ഇതെല്ലാം എന്താണ്, കാന്തത്തെ പിടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചല്ലോ എന്തൊക്കെയാണ് കാന്തികം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇപ്പം എഴുതാമല്ലോ. കാന്തം പിടിക്കുന്നത്, കാന്തം ഉണ്ടല്ലോ കയ്യിലല്ലേ, ഇല്ലെങ്കിൽ വീട്ടിൽ പഴയ പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലല്ലേ ഇപ്പോൾ നോർമലി കാണുന്നത്, അപ്പോൾ അതെടുത്തിട്ട് എന്ത് ചെയ്യണം നിങ്ങളെ, ഇതുപോലെയുള്ള വസ്തുക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതുമായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ അല്ലേ, അത് കാന്തിക വസ്തുക്കളാണ് അല്ലേ. അപ്പം നോൺ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ്, ക്ലോത്ത്, സ്പൂണ്, സ്ക്രൂ ഡ്രൈവർ ഇല്ലയോ നിങ്ങൾ, സ്ക്രൂ ഡ്രൈവർ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ, പേന, ഇതൊന്നും പേന ഒട്ടാത്തത്, പേന പ്ലാസ്റ്റിക്കാണ് അല്ലേ. അല്ലാതുള്ളതും ഉണ്ട്, എന്നാലും കൂടുതലും നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവിടെ പെണ്ണ് പറഞ്ഞത്. ഇതൊക്കെ അകാന്തികമാണ്, നോൺ മാഗ്നറ്റിക് ആണ്. ഓക്കെയാണ്. ഇതെന്തിനാ എങ്ങനെയാണെന്നറിയോ, തിരിച്ചു മറിച്ച് വിട്ടിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ കുറേ പേര് തന്നിട്ട് നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ ചോദിക്കും കേട്ടോ. ഇനി എന്താണ് മാഗ്നറ്റിക് പോൾസ് എന്ന്, നമ്മളെല്ലാം മാഗ്നറ്റിനെ കുറിച്ചാണ്. പോൾസ് മീൻസ് ഇവിടെ ധ്രുവങ്ങൾ എന്നാവും നിങ്ങൾ. മാഗ്നറ്റിക് പോൾസ് കാന്തിക ധ്രുവങ്ങൾ. യൂഷ്വലി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഓഫ് എ മാഗ്നറ്റ് ഇറ്റ്സ് സ്ട്രോങ്ങർ അറ്റ് ഇറ്റ്സ് എൻഡ്. ദീസ് എൻഡ് വിത്ത് സ്ട്രോങ്ങർ ഫോഴ്സസ് അട്രാക്ഷൻസ് ആർ കാൾഡ് മാഗ്നറ്റിക് പോൾസ്. എവരി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. എന്താവും നിങ്ങൾ, യൂഷ്വലി സാധാരണയായിട്ട് മാഗ്നറ്റ് കാന്തത്തിൻ്റെ അട്രാക്ഷൻ എന്ന് വെച്ചാൽ അട്രാക്ഷൻ അല്ലേ, ആകർഷണ ബലം കൂടുതൽ കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലായിരിക്കും. കാന്തത്തിൻ്റെ ആകർഷണ ബലം എപ്പോഴും എന്താവും നിങ്ങളെ, കാന്തം ഉണ്ടെങ്കിൽ അതിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും അതായത് അതിൻ്റെ അഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 2 സൈഡ് അല്ലേ. ഇപ്പോൾ ഈ പേനയുടെ അഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താവും നിങ്ങൾ, ഇവിടെയുമാണ് അതിൻ്റെ അഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, 2 ഭാഗത്തുമാണ്. പിന്നോ ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് അതിൻ്റെ കാന്തിക ധ്രുവങ്ങൾ. നിങ്ങളെ ദീസ് എൻഡ് വിത്ത് ദ സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ കാൾഡ് മാഗ്നറ്റിക് പോൾസ് കേട്ടോ. ഇനി എവരി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്, 2 പോൾസുകളുണ്ട്. 3 സെൻറ്റൻസ് ആയിട്ട് ഞാൻ എഴുതിയതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. 1 പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ കേട്ടോ. അങ്ങനെ 3 നിങ്ങൾ അങ്ങനെ എഴുതി പഠിക്കാമെങ്കിൽ ഇല്ലയോ, സത്യമല്ലേ, അങ്ങനെ എഴുതി പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഇങ്ങനെ പോയിന്റ് ഇട്ടായിട്ട് എഴുതി പഠിച്ചാൽ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിക്കേ, അടുത്ത മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ഈ കാന്തിക മണ്ഡലം? ഇത് നോട്ട് മാത്രമാണ് നിങ്ങൾ കേട്ടോ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ. എന്താവും നിങ്ങളെ, കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻസ് അറൗണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. എന്താവും നിങ്ങളെ, എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ റീജിയൺ, അതിൻ്റെ പ്രദേശം അല്ലേ, എറൗണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എപ്പോഴും ഈ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല, അദൃശ്യമാണ്. ഓക്കെ ആണോ? അടുത്ത ഒരെണ്ണം കൂടി എഴുതാം കുഞ്ഞുങ്ങളെ. മേക്കിംഗ് എ മാഗ്നറ്റ്. നമുക്ക് എങ്ങനെ ഒരു മാഗ്നറ്റിനെ നിർമ്മിക്കാം, കാന്തങ്ങളുടെ നിർമ്മാണം. ഓക്കെ, മാഗ്നറ്റ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കുഞ്ഞുങ്ങളെ, കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. മാഗ്നറ്റ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. ആൾ അലോയി കാൾഡ് അൽ നിക്കോ എ മിക്സ്ചർ ഓഫ് അലൂമിനിയം, നിക്കല്, കൊബാൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദീസ് പർപ്പസ്. അൽ നിക്കോ പുതിയതായിട്ട് കേൾക്കുമായിരിക്കും. അൽ നിക്കോ എന്ന ലോഹസങ്കരമാണ്. അൽ നിക്കോ പേരോർത്തോണേ കുഞ്ഞുങ്ങളെ. എന്ന ലോഹസങ്ക എന്ന് വെച്ചാൽ അലോയി
ലോഹം. ഓൾ അലോയി കാൾഡ് അൽനിക്കോ എ മിക്സ്ചർ ഓഫ് അലൂമി. ഏതൊക്കെയാന്ന് നോക്കിയാൽ അൽനിക്കോ എന്ന ലോഹസങ്കരമാണ്. ഏതൊക്കെയാണ് നിങ്ങളെ? അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ്, കേട്ടോ, അയൺ, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ്. ഇനി ഏതിനായിട്ടാ നമ്മൾ കാന്തം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? മനസ്സിലായോ നിങ്ങളെ? നമ്മൾ കാന്തം ഉണ്ടാക്കുന്നത് എങ്ങനെയാ? അലൂമിനിയവും നിക്കലും കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മെനി അതർ മെറ്റീരിയൽസ് ആർ ആൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് മൈനിങ്. അത് മാത്രം മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് മെയ്ഡ് ഓഫ്. ഏതൊക്കെയാണ് നിങ്ങളെ? ഒന്ന് സമേറിയം. പേര് നല്ലപോലെ അറിയണേ കുഞ്ഞിങ്ങളെ. എനിക്കറിയാം നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുമോ, എൻ്റെ ദൈവമേ പെട്ടുപോയോ എന്നൊക്കെ ചോദ്യം വരാം. പക്ഷെ നമ്മൾ ഇനി എന്താ, നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കണ്ടേ? ഇത് ഫിസിക്സാണ് കേട്ടോ. സമേറിയം, കൊബാൾട്ട്, പിന്നെ നോക്കിയേ ഈ പേര് നോക്കണേ, ഫറൈറ്റ് റബ്ബർ. കണ്ടോ കുഞ്ഞുങ്ങളെ? സമേറിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ ആൻഡ് നോക്കിയേ ഈ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, നിയോഡീമിയം. ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സമേറിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ ആൻഡ് നിയോഡൈമിയം ആൾസോ എക്സിസ്റ്റ്. ഈ പേര് ഓർത്തോണേ. സമേറിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധതരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കാന്തങ്ങളും ഇന്ന് നിലവിലുണ്ട്. എന്നാൽ എമംഗ് ദീസ് നിയോഡീമിയം മാഗ്നറ്റ് ആർ ദ സ്ട്രോങ്ങസ്റ്റ്. ഇവയിൽ നമ്മൾ ഈ പറഞ്ഞ നിയോഡീമിയമാണ് കാന്തങ്ങളിലേക്കും ഏറ്റവും ശക്തിയുള്ളത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയോഡീമിയമാണ് കേട്ടോ, ഏറ്റവും ശക്തിയുള്ള കാന്തം. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും ഓക്കെ ആണോ? അപ്പം നമുക്ക് ഈ 7 എണ്ണം മതി കുഞ്ഞുങ്ങളെ. ഈ 7 എണ്ണം നമ്മൾ ആ ടെസ്റ്റ് വായിച്ചതിൻ്റെ കൂടുതൽ നോട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി നമ്മൾ അടുത്ത പാർട്ട് 2 ഇടാം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് പാർട്ട് 2 ഇടാം അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് വായിച്ചിട്ട് മലയാളമാണ് പറഞ്ഞത്. അതുകൊണ്ട് മലയാളംകാർ വിചാരിക്കും ഞങ്ങളുടെ മലയാളം വായിച്ചില്ലേന്നൊന്നും വേണ്ട. ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് വായിച്ചിട്ട് മലയാളമാണ് ഞാൻ ഈ പറഞ്ഞു കേൾപ്പിച്ചത് കേട്ടോ. ഇതിപ്പോൾ രണ്ടും കൂടിയാണ്. മംഗ്ലീഷാണ് ഫുള്ള് അല്ലേ? നോക്കിക്കേ, എല്ലാം മലയാളം ഇംഗ്ലീഷും എല്ലാം നോട്ട് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? താങ്ക് യു.